ഇവിടെ നിങ്ങൾ ഇരിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഇരിക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? നിങ്ങൾ ഈ ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആലയത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താ? വചനം. വചനം 365 ദിവസവും ഇതുപോലെ വചന ശുശ്രൂഷ നടത്തപ്പെടുന്ന ലോകത്തിൽ വേറെ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രം ഉണ്ടോ? എൻ്റെ അറിവിലില്ല. നിങ്ങൾ ഇരിക്കുന്ന ഈ മണ്ണിന്റെ പ്രത്യേകത എന്താ? വചനം നിറയപ്പെട്ട മണ്ണാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇട ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഒരു ചെറുപ്പക്കാരനെ എനിക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായി ഇടയ്ക്കിടയ്ക്ക് കാണും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കാറയിൽ ഇവിടെ വരും. എന്നിട്ട് അവൻ ഇതിലെ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇവന് ഒരു ദിവസമല്ല, പല വൈകുന്നേരങ്ങളിൽ ഞാൻ ഇവനെ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി ഇവനോടൊന്ന് സംസാരിക്കണം. ഇവൻ ആരോടൊന്നും മിണ്ടാറൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എന്നിട്ട് ആ പള്ളിക്കകത്ത് കയറി ജപമാല ചെല്ലുക, എന്തോ പ്രാർത്ഥിക്കും, തിരിച്ചു പോകും. അപ്പൊ ഞാനൊരു ദിവസം ഇവനെ വട്ടം പിടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എടാ നീ എന്തുവാ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പള്ളിക്കകത്ത് കയറുന്നു പോകുന്നു, എന്തുവാ നീ ഇവിടെ വന്നിട്ട് എന്താ ഈ ചെയ്യുന്നേ? അവൻ എന്നോട് പറഞ്ഞ എന്നറിയാം, അച്ഛാ ഞാനൊരു കമ്പനി ജോലി ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇവിടുത്തെ ശുശ്രൂഷയിലൊന്നും പങ്കെടുക്കാൻ പറ്റാറില്ല അച്ഛാ. എന്നാൽ ഞാൻ ഈ മണ്ണിൽ വന്ന് അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാ അച്ഛാ. അതുകൊണ്ട് ഞാൻ ക്ഷീണിക്കുമ്പോ ഞാൻ ഈ കാർ എടുത്തോണ്ട്, ഞാൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോരും. എന്നിട്ട് ഞാൻ ഇതിലേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് ഞാൻ ആ പള്ളിക്കകത്ത് കയറി ഒരു കൊന്തയും ചൊല്ലിയിട്ട് പോകും. അച്ഛാ എനിക്ക് കിട്ടുന്ന അഭിഷേകം അച്ഛനിത് മനസ്സിലാവുമോ എന്ന് അറിഞ്ഞുകൂടെ അച്ഛാ? അച്ഛാ ഇതെന്റെ റീചാർജിങ് സോഴ്സാണ്, ഇതെന്റെ റീചാർജ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് അച്ഛാ. ഈ മണ്ണിനുള്ള അനുഭവം അച്ഛാ ഇത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം ഇത് വചനം നിറയപ്പെട്ടൊരു മണ്ണാണ്. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ, ആമേൻ. എന്നിട്ട് ആ വ്യക്തി എന്നോട് പറയാ, അച്ഛാ അച്ഛനൊക്കെ ഇവിടെയല്ല താമസിക്കുന്നത്, അച്ഛാ ഇത് അനുഗ്രഹിക്കപ്പെട്ട മണ്ണാ അച്ഛാ. ഞാനിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ റീചാർജിങ് ആണ്, ശക്തി സ്വീകരിക്കുന്ന സമയമാണ് അച്ഛാ. കാരണം ഈ വചനം നിറയപ്പെട്ട മണ്ണിൽ നിന്ന് കിട്ടുന്ന അഭിഷേകം അത് വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. വിശ്വസിക്കുന്നവർ കൈയടിച്ച് ഈശോയ്ക്ക് തന്നു പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.